സ്വർണ്ണം പൊതിഞ്ഞ കട്ടൽപ്പാളി ചെമ്പുപാളി എന്ന മഹസിൽ രേഖപ്പെടുത്തിയ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ശുപാർശയിലാണെന്നാണ് പ്രധാനപ്പെട്ട മൊഴിയും. ഈ പറഞ്ഞ മുരാരി ബാബുവിന്റെ അടക്കം സുധീഷ് കുമാറിന്റെ അടക്കം ബൈജുവിന്റെ അടക്കം എല്ലാ മൊഴികളും ലാസ്റ്റ് പിടിയില്ലാതാകുമ്പോഴേക്കും അല്ലെങ്കിൽ ആരും ഇനി സേവ് ചെയ്യാൻ വരില്ല എന്ന് ഉറപ്പാകുമ്പോഴേക്കും മൊഴി വാസുവിനെതിരാവുന്നുണ്ട്. വാസു അറിയൊന്നും നടക്കില്ല, അല്ലെങ്കിൽ വാസുവിന്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം എന്നവർ മൊഴി നൽകിയ അടിസ്ഥാനത്തിൽ എൻ വാസു അറസ്റ്റിലാവുന്നത് അൾട്ടിമേറ്റ് അറസ്റ്റ് എന്ന് ഉറപ്പായും ഈ അറസ്റ്റിനെ പറയാം. തീർത്തും അനിവാര്യമായ ഒരു അറസ്റ്റാണ് എൻ വാസുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എൻ വാസു കേവലം ദേവസ്വം കമ്മീഷണറോ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മാത്രമല്ല, CPIMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവെന്ന് തന്നെ പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. കുളക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയത് മുതൽ ഇങ്ങോട്ട് അദ്ദേഹം CPIMന്റെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ്. ഏറ്റവും ഒടുവിൽ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നാണ് അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് മാറിയത്. അതിനു മുമ്പ് അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PK ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും 5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ CPIയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള എൻ വാസുവിൻ്റെ അറസ്റ്റ് വൈകുന്നത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇതുവരെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ നടപടിയിൽ ഹൈക്കോടതി അടക്കം സംശയം പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിലും എൻ വാസുവിൻ്റെ അറസ്റ്റ് വൈകുന്നത് പലതരം വ്യാഖ്യാനങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇട നൽകിയിരുന്നു.